ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് കേരള ലഞ്ച് മെനുവിൻ്റെ 82ാമത്തെ മെനു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഇന്നത്തെ മെനുവിൽ ഞാൻ ഉണ്ടാക്കിയത് ഒരു ചേന തീയലാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചേന തീയലാണ് ഇന്ന് ഉണ്ടാക്കിയത്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. 2-3 സ്റ്റെപ്സ് ഫോളോ ചെയ്യണം എന്ന് മാത്രം. അപ്പം അതിൻ്റെ ഒപ്പം പപ്പടം, കുറച്ച് സാലഡ്, പിന്നെ നമ്മുടെ ചേന തീയൽ, പിന്നെ ഇന്ന് മെഴുക്കുവരട്ടിയായിട്ട് ബീട്രൂട്ടും ക്യാരറ്റും കൂടിയുള്ള ഒരു മെഴുക്കുവരട്ടിയാണ് ഞാൻ ഉണ്ടാക്കിയത്. അതിൻ്റെ ഒപ്പം കാന്താരിയും ചെറിയുള്ളിയും വെളിച്ചെണ്ണയൊക്കെ പുളിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ചമ്മന്തി ഒക്കെ കൂടെ വെച്ചിട്ട് നമ്മുടെ മീൽസ് റെഡി ആയിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്, എന്തായാലും ചെക്ക് ചെയ്യുക. ഇതേപോലത്തെ നിറയെ മെനൂസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ചേനത്തീയൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഒരു പാനിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ നമ്മൾ മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ട്രിക്ക്. ഇതൊന്ന് പൾസ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തേങ്ങ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരും. അപ്പോൾ നമുക്കിത് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് വരട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളുടെ പച്ചമണം പോകുന്ന വരെ ഒന്ന് ചൂടാക്കിയിട്ട് ഈ മിക്സ്ചറിനെ നന്നായി തണുപ്പിച്ച് വെണ്ണ പോലെ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം. വേറൊരു പാനിൽ ഇത്തിരി വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കടുകും ഉലുവയും ഇട്ടിട്ട് പൊട്ടിക്കാം. ഇത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി ഉള്ളി ഒന്ന് കളർ മാറുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളി കളർ മാറിയതിനു ശേഷം ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തക്കാളി നല്ല സോഫ്റ്റ് ആവുന്ന വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആവുന്ന വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ചേന ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് പ്രഷർ കുക്കറിൽ ഒരു വിസിലിന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേനയ്ക്ക് വേവ് കുറവാണെങ്കിൽ പ്രഷർ കുക്ക് ചെയ്യണമെന്നില്ല, ഇതിലേക്ക് ഡയറക്റ്റ് ഇട്ട് കുക്ക് ചെയ്യാം. ഇതിന് വേവ് കൂടുതലായതുകൊണ്ടാണ് പ്രഷർ കുക്ക് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് നന്നായി മിക്സായി വരുമ്പോൾ ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ പുളിവെള്ളത്തിൽ കിടന്നിട്ട് ഈ ചേന ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്ത് മറക്കരുത്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ തീയൽ നന്നായി കുറുകി ടേസ്റ്റി ആയിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എത്ര വെള്ളം വേണമെന്നുള്ളത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ കുറച്ച് കുറുക്കിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ തീയൽ റെഡിയാണ്. ഇതിൻ്റെ മുകളിൽ കൂടെ ഞാൻ കുറച്ച് കരിവേപ്പില ആഡ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് അടുത്ത് നിന്ന് ഇറക്കി കഴിഞ്ഞാൽ ചേനത്തീയൽ റെഡി. അപ്പോൾ നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ മെഴുക്കുവരട്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബീട്രൂട്ടും ക്യാരറ്റും കൂടിയുള്ള ഒരു സ്പെഷ്യൽ മെഴുക്കുവരട്ടിയാണ്. അതിന് വെളിച്ചെണ്ണ ഒരു ചീനച്ചട്ടിയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി ബ്രൗൺ ആവുന്ന വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ബ്രൗൺ ആയി കഴിയുമ്പോൾ അതിലേക്ക് ചുവന്ന മുളക് നന്നായി ഇടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. എരിവിനനുസരിച്ച് ചേർക്കുക. ഇനി ഇതും ഒന്ന് ഒരു മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടും ക്യാരറ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ബീട്രൂട്ടും ക്യാരറ്റും നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് നമുക്ക് മെഴുക്കുവരട്ടിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറിയ തീയിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെഴുക്കുവരട്ടി റെഡി. അപ്പോൾ ഇന്നത്തെ 2 സിമ്പിൾ റെസിപ്പീസ് നിങ്ങളും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.